ഹായ്, എല്ലാവർക്കും നമസ്കാരം. TBS വെൽറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ബജ്ജിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 4 എഗ്ഗാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കടലപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഈ കപ്പിന് 1.5 കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇല്ലേ, നമ്മളെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കണം. അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ചൊരു ഓനിയൻ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ എഗ്ഗ് ബജ്ജിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള കാശ്മീരി പൊടിക്ക് ഇച്ചിരി എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഉപ്പൊക്കെ കറക്റ്റ് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി എരിവുണ്ട്. ആ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മാവ് നമ്മുടെ കൈ ഇങ്ങനെ ഇട്ടുണ്ടല്ലോ, നമ്മുടെ കയ്യിലിങ്ങനെ പറ്റി പിടിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയാം. അപ്പം നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിത് ചായയുടെ ഒരു പലഹാരമായിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് ചായക്ക് വേണ്ടിയിട്ട് പാൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബജ്ജി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവിൽ മുക്കിയിട്ട് എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരെണ്ണം കൂടെ അതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബജ്ജി ഇതാ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എണ്ണ നല്ലോണം തിളച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫ്ലെയിമൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബജ്ജിയും അപ്പോൾ മാവ് ബാക്കി ഉണ്ടായിട്ട് ഞാനൊരു ചെറിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ ബജ്ജിയും എഗ്ഗ് ബജ്ജിയും നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.